തമിഴ്നാട് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ സ്വയം പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമര പ്രതിഷേധ രീതിയിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണം എന്താണ്? കാരണം നമുക്കറിയാം, അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, 2ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി നേരിട്ട അതിക്രമം, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരാൾ അറസ്റ്റിലാണ്. ഇതിനപ്പുറം എന്തെങ്കിലും വലിയ ദുരൂഹമായിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അണ്ണാമലൈക്ക് അറിയുമോ? അല്ലെങ്കിൽ എന്താണ് ഇത്രയും ഒരു അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചാട്ടവാറടി കൊണ്ട് സ്വയം ദേഹത്ത് നടത്തിയത്. എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം? ഇതൊരു കേവലം നാടകം മാത്രമാണ് അണ്ണാമലൈ നടത്തുന്നത് എന്നാണ് പല പ്രമുഖ വിമർശകരും ഇപ്പോൾ നിരീക്ഷണമൊക്കെ നടത്തുന്നത്. ചേട്ടൻ എന്ത് തോന്നുന്നു? അത് വെറും ഒരു നാടകമല്ല, വളരെ ശക്തമായൊരു സമരമാർഗമാണ്, അതൊരു പ്രതിഷേധമാണ്. അതായത് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അണ്ണാമലൈ ഒരു IPS ഓഫീസറായിരുന്നു. അദ്ദേഹം കർണാടക കേഡറിലുള്ള, തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന് പഠിച്ച് IPS നേടി കർണാടക കേഡറിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ് അണ്ണാമലൈ. അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ടാണ് പൊതുരംഗത്തേക്ക്, രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ മനസ്സിലാവും. ഈ ചെന്നൈയിൽ ഈ അണ്ണാ സർവകലാശാലയിൽ നടന്ന സംഭവം, ആ ക്യാമ്പസിൽ നടന്ന സംഭവം ഒരു സാധാരണ റേപ്പ് കേസല്ല. അതിനൊക്കെ അപ്പുറത്ത് വേറെ എന്തൊക്കെയോ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് അണ്ണാമലയെ ഇങ്ങനൊരു സമരത്തിന് പ്രേരിപ്പിച്ചത്. അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അണ്ണാമലൈ ഇത്രയും കഠിനമായ ചില സമരമാർഗങ്ങളിലേക്ക് കടന്നത്. നോക്കൂ, അദ്ദേഹം ചെരുപ്പ് ഉപേക്ഷിച്ചു. DMK സർക്കാരിനെ താഴെ ഇറക്കാതെ ഞാൻ ഇനി ചെരുപ്പ് ധരിക്കില്ല. അത് സ്വയം 6 തവണ ചാട്ടവാറ് കൊണ്ട് തൻ്റെ ശരീരത്തിൽ അടിച്ച് ഒരു പച്ച പട്ടക്ക ഉടുത്ത്, അത് തമിഴ്നാട്ടിലെ ഒരു രീതിയാണ്, അങ്ങനെ പച്ച പട്ടക്ക ഉടുത്ത് അദ്ദേഹം ചാട്ടവാറ് കൊണ്ട് സ്വയം ഇങ്ങനെ ശരീരത്തിൽ അടിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് 48 ദിവസത്തെ വ്രതം സ്വീകരിച്ച് സമരത്തിനിറങ്ങുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല, തമിഴ്നാടിനെ മുഴുവൻ ഇളക്കി മറിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ രാജ്യത്ത് തന്നെ ആ സമരം വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തീർച്ചയാണ്. ഇത് വെറുമൊരു സാധാരണ കേസല്ല. നമ്മുടെ ഡൽഹിയിലെ നിർഭയ പോലെയുള്ള ഒരു വളരെ വലിയ ആഴത്തിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ സംഭവത്തിൽ. ഞാൻ അതിലേക്ക് വരാം. എന്തായാലും അണ്ണാമലൈ ഈ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് അതിന് സാധിക്കും, അദ്ദേഹം അതിൽ വിജയിക്കും എന്ന് തീർച്ചയാണ്. കാരണം എല്ലാ കാലത്തും സത്യം മാത്രമേ വിജയിക്കൂ. ഈ സംഭവത്തിലേക്ക് വന്നാൽ, ഈ പെൺകുട്ടി നമ്മുടെ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി ഏതാണ്ടൊരു 8-9 മണിയോടുകൂടിയാണ് ഈ കുട്ടി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് വിധേയമാകുന്നത്. ഈ കേസിൽ ജ്ഞാനശേഖരൻ എന്നൊരാൾ അറസ്റ്റിലായിട്ടുണ്ട്. അയാൾ ഈ ക്യാമ്പസിൽ ബിരിയാണി വിൽക്കുന്ന ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. നേരത്തെയും പല പെൺകുട്ടികളെയും, അദ്ദേഹം 20ഓളം കേസിൽ ഇയാൾ പ്രതിയാണ്. പലപ്പോഴും ഇയാൾ പല ക്രിമിനൽ കേസുകളിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പൊതുവേ തമിഴ്നാട്ടിൽ ഇപ്പം നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ക്രിമിനലുകളെല്ലാം കൂട്ടത്തോടെ DMKയിൽ വന്ന് ചേരുകയാണ്. അവർ DMKയിൽ ചേർന്ന് കഴിഞ്ഞാൽ പോലീസ് അവരെ തൊടില്ല. പിന്നെ അവർക്കെതിരെയുള്ള കേസുകളൊന്നും മുന്നോട്ട് പോകില്ല. അത് അവിടെ അങ്ങ് സ്തംഭിച്ച് അങ്ങനെ നിൽക്കും, അത് മരവിച്ചു പോകും. ഇത് തമിഴ്നാട്ടിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ്. അത് അണ്ണാമലൈക്ക് നന്നായിട്ട് അറിയാം. അണ്ണാമലൈ അതുകൊണ്ട് കൂടിയാണ് ഈ സമരം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അണ്ണാമലൈയുടെ നേതൃത്വത്തിൽ BJPയും അതിന് പിന്തുണച്ചുകൊണ്ട് AIDMKയും വളരെ ശക്തമായിട്ട് സമരമായിട്ട് രംഗത്തിറങ്ങി. നമുക്കറിയാം, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പണ്ടും ഇതുപോലെ ചിലരൊക്കെ പ്രതിജ്ഞ ചെയ്തു. ജയലളിത ഒരു പ്രതിജ്ഞ ചെയ്തു. എന്താ സംഭവിച്ചത്? കരുണാനിധിയും സർക്കാരും പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂത്തെറിയപ്പെട്ടു തമിഴ്നാട്ടിൽ നിന്ന്. അതുപോലെ സമാനമായിട്ടാണ് അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത്. ഈ പെൺകുട്ടി 3/4 മണിക്കൂറോളം പീഡനത്തിനിരയായി. ഇയാൾ അതിക്രൂരമായിട്ട്, ഒരു സുഹൃത്തും, ഒരു ആൺ സുഹൃത്ത്, 4ാം വർഷ വിദ്യാർത്ഥിയും ഈ 2ാം വർഷ വിദ്യാർത്ഥിനിയും കൂടിയാണ് പള്ളിയിൽ പോയിട്ട് ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുന്നത്. ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഇയാൾ തടഞ്ഞു നിർത്തി ഇവരെ 2 പേരെയും മർദ്ദിച്ചത്. ഈ സുഹൃത്തിനെ അടിച്ച് ഓടിച്ചു അവിടുന്ന്. എന്നിട്ടാണ് ഈ പെൺകുട്ടിയെ അവിടുന്ന് കുറച്ചപ്പുറത്ത് മാറി ഒരു റോഡിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരു കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ഈ കുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം അത് 3/4 മണിക്കൂറോളം ആ ഉപദ്രവം നീണ്ടു നിന്നു. എന്നിട്ട് ഈ കുട്ടിയുടെ ആ പീഡനത്തിനിരയായി കിടക്കുന്ന, നിസ്സഹായമായി കിടക്കുന്ന ആ കുട്ടിയുടെ ആ നഗ്ന ദൃശ്യങ്ങളെല്ലാം ഫോണിൽ പകർത്തി ഇയാൾ.
എന്നിട്ട് ഈ കുട്ടിയോട് നിർബന്ധിച്ച് ആ കുട്ടിയുടെ ഫോൺ വാങ്ങിച്ച് അതിൽ നിന്നും അച്ഛൻ്റെ നമ്പർ ഇയാൾ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കുമ്പോഴെല്ലാം നീ വന്നോണം, ഇല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ നിൻ്റെ അച്ഛൻ അയച്ചു കൊടുക്കും എന്നാണ് അയാൾ പറഞ്ഞത്. ഈ സമയത്ത് ഇയാൾക്കൊരു കോള് വന്നു. ഈ ജ്ഞാനശേഖരൻ ഒരു ഫോണിൽ ഒരാളുമായിട്ട് സംസാരിച്ചു. ഇയാൾ 37കാരനാണ്, ഇയാൾക്ക് 37 വയസ്സാണ് ഇയാളുടെ പ്രായം. ഇയാൾ സംസാരിച്ചത് മറ്റേ എതിർവശത്തുള്ള ആളിനെ സാർ എന്ന് വിളിച്ചാണ് ഇയാൾ സംബോധന ചെയ്ത് സംസാരിച്ചത്. അവസാനം പിന്നെ ഈ സംസാരത്തിൻ്റെ ഒടുവിൽ ഇനി ഞാൻ ഉടനെ വിട്ടയക്കാം, ഈ കുട്ടിയെ ഉടനെ വിട്ടയക്കാം എന്ന് ഉറപ്പ് കൊടുത്തു ഇയാൾ ആ ഫോണിലൂടെ. ഇത് ഈ കുട്ടി കേൾക്കുന്നുണ്ട്, കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ കുട്ടി പുറത്തു പറഞ്ഞു പോലീസിനോട്. പിറ്റേ ദിവസം രാവിലെയാണ് പരാതി കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ പോലീസിനോട് ഈ വിവരങ്ങൾ പറഞ്ഞു. പോലീസ് FIR ഒക്കെ ഇട്ടു. ഈ കുട്ടി ശരിക്കും കന്യാകുമാരി സ്വദേശിനിയാണ്. ഈ പെൺകുട്ടി പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ക്രിസ്മസിന് തലേന്നായതുകൊണ്ട് പള്ളിയിൽ പോയതാണ്. ക്രിസ്മസിൻ്റെ തലേന്ന് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകുമല്ലോ പള്ളിയിൽ. ഇതിനകത്തുള്ള ഒരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, സാധാരണ ഒരു പീഡനത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ നമ്മൾ അതിജീവിത എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വേറെ ഒന്നും നമ്മൾ പറയാറില്ല. അവരുടെ എന്താ പറയുക, ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യവും നമ്മൾ പുറത്തു വിടാറില്ല. പക്ഷേ ഇവിടെ പോലീസ് ആ FIR പുറത്തു വിട്ടു. അതായത് പെൺകുട്ടിയുടെ പേര്, അഡ്രസ്സ്, പെൺകുട്ടിയെ തിരിച്ചറിയാനുള്ള എല്ലാ അടയാളങ്ങളും അടങ്ങുന്ന വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടു. ഇത് വളരെ ദാരുണമായ ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കുറ്റകൃത്യമാണ്, ഒരു ക്രിമിനൽ നടപടിയാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് പോലീസ് ആ നിയമം ലംഘിച്ച് നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ നിയമങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്താ പറയണ്ടേ, ആ പെൺകുട്ടി, ആ അതിജീവിത നിസ്സഹായയായിട്ട് പീഡനത്തിനിരയായ ആ കുട്ടിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന വിധത്തിലാണ് തമിഴ്നാട് പോലീസ് പെരുമാറിയത്. ഇതാണ് അണ്ണാമലയെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ഒപ്പം ഇയാൾ DMK പ്രവർത്തകനാണ്. ഇയാൾ സ്റ്റാലിൻ്റെ മകൻ, ഉപമുഖ്യമന്ത്രി കൂടിയായ ഉദയനിധി സ്റ്റാലിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിരിക്കുന്നു. ആ ഫോട്ടോകളൊക്കെ ഇപ്പം അവിടെ ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെ പിന്നെ നിഷേധിച്ചുകൊണ്ട് ഇയാൾക്ക് DMK ആയിട്ടൊരു ബന്ധവുമില്ല, ഈ പലരും വന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് DMK നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവിടെ വിലപ്പോകുന്നില്ല. വലിയ ശക്തമായ പ്രതിഷേധവും ശക്തമായ അമർഷവും ജനങ്ങൾ ഇളകിയിരിക്കുകയാണ്. തമിഴ്നാട് മൊത്തം ഇളകിയിരിക്കുകയാണ്. അതും ഈ ചാട്ടവാറടിയുടെ, അണ്ണാമലയുടെ സ്വയം ചാട്ടവാറടിയുടെ കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളാകെ ഒരു ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു അവസ്ഥയിലാണ് തമിഴ് സമൂഹം വലിയ തോതിൽ DMKക്കെതിരായിട്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അത് ഒപ്പം അണ്ണാമല പറയുന്നു, ഈ സാർ ആരാണ്, ഇയാൾ ഫോണിൽ ആരോടാണ് സംസാരിച്ചത്, എന്തിനാണ് ഈ സാർ എന്ന് വിളിച്ചത്. അതുപോലെ ഈ പെൺകുട്ടിയെ മറ്റൊരാളിൻ്റെ കൂടെ ചെല്ലാൻ ഞാൻ വിളിക്കും, നീ ആ ആളിനോടൊപ്പം പോകണം എന്ന് ഇയാൾ നിർബന്ധിച്ചു ഈ കുട്ടിയെ, ഇല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ അച്ഛൻ അയച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര വിശദമായ എന്തൊക്കെയോ ആഴത്തിൽ എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്ന അണ്ണാമലയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ്. മാത്രമല്ല, ഈ FIR-ൽ ഈ പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ റിവീൽ ചെയ്തു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഇന്റർനെറ്റിലൊക്കെ പ്രചരിപ്പിച്ചു എന്ന കാര്യവും അണ്ണാമലൈ പറയുന്നുണ്ട്. പോലീസിനിടയും ശക്തമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ, കാരണം ഒരു റേപ്പ് വിക്ടിമിൻ്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ ആ കാര്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 48 മണിക്കൂർ വ്രതത്തിലാണ്, 48 ദിവസത്തെ, അതെ 48 ദിവസത്തെ വ്രതത്തിലാണ് അണ്ണാമലയുള്ളത്. അപ്പോൾ എന്തായാലും ഈ 48 ദിവസത്തിനുള്ളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ തെളിവുകളും ഒക്കെ അണ്ണാമലയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ, അതുവഴി DMKയെ താഴെ ഇറക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഇത് കേവലം ഒരു നാടകമായിരിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അണ്ണാമലൈ തീർച്ചയായും വീട്ടിൻ്റെ മുമ്പിൽ ഈ ഒരു ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സമരമാർഗം സ്വീകരിക്കുകയും ചെയ്തത്. എന്തായാലും 48 ദിവസം ഒരു നിർണായക ദിവസമാണ്. DMK അതിനെ അതിജീവിക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.